പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെരമ്യാവ് 33 അധ്യായം അതിൻ്റെ 3 വാക്യം. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കണം. ദൈവം നമ്മെ അറിയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നാം അത് കേൾക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവശബ്ദം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഏതാ ഒരുവിധം വചനത്തിൽ കൂടെ. ദൈവശബ്ദം നമ്മൾ അറിയുന്നത് നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് റോമാലേഖനം 10 അധ്യായം അതിൻ്റെ 17 വാക്യം പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. പക്ഷെങ്കിൽ വിശ്വാസത്തോടെ നമുക്ക് നടക്കണം എങ്കിൽ, കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കണമെങ്കിൽ, നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഒരാഗ്രഹം ഉണ്ടായിരിക്കണമെങ്കിൽ, നമുക്ക് ദൈവത്തിൻ്റെ പ്രോമിസസ് നിറവേറപ്പെടുന്നത് കാണണം എങ്കിൽ നാം എന്ത് ചെയ്യണം? നാം പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. വി മസ്റ്റ് കീപ് പ്രേയിങ് ആൻഡ് ട്രസ്റ്റ് ദാറ്റ് ഗോഡ് ഹാസ് മോർ ടു ഷെയർ. അപ്പോൾ ചില കീസ് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. 1, ബി പാഷനേറ്റ് ഈവൻ ആസ് യു വെയിറ്റ്. 1 ശമൂവേൽ 3 അധ്യായത്തിൽ നമ്മൾ ശമൂവേലിൻ്റെ കാര്യം വായിക്കുന്നുണ്ട്. താൻ ദൈവശബ്ദം കേൾക്കാൻ ഒരുമ്പെട്ട വ്യക്തിയാണ്. അതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മളും ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ തക്കവണ്ണം, അത് റെക്കഗ്നൈസ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതിന് സമയം ആവശ്യമാണ്, പേഷ്യൻസ് ആവശ്യമാണ്. തന്നെയുമല്ല, മുതിർന്നവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൗൺസിലും നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഹിയർ ചെയ്യുന്നത് നമുക്ക് ഡിസേൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ലിസൺ ഫോർ ഹിം വിത്ത് ഈഗർനെസ്. അത് 1 ശമൂവേൽ 3 നമ്മൾ കാണുന്നത്, ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുന്നത് കേട്ടോണ്ട് എഴുന്നേറ്റ് ചെന്നു. ആരെയും കണ്ടില്ല, പിന്നെ എഴുന്നേറ്റ് ചെന്നു അല്ലേ. പിന്നെ ഏലിയോട് പോയി ചോദിച്ചു. ആ ഭാഗം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. പക്ഷേ ശമൂവേൽ ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, ആഴത്തിലേക്ക് അവനായിത്തീർന്നു. 2, ഹാവ് എ പ്ലേസ് ഫോർ ഇറ്റ്. അതിനായിട്ട് ഒരു സ്ഥലം നമുക്ക് വേണം. സുവിശേഷങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് അകന്നു മാറി, ക്രൗഡിൽ നിന്ന് അകന്നു മാറി ഒരു ക്വയറ്റ് സ്ഥലം പ്രാർത്ഥിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുമായിരുന്നു. അവന് എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ, അവൻ ദൈവപുത്രനാണ്. എന്നിട്ട് പോലും അവൻ ഭൂമിയിൽ ജീവിച്ചത് ഒരു പച്ച മനുഷ്യനായിട്ടാണ് അല്ലേ. നമ്മൾ ഫേസ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും സ്ട്രഗിൾസും ഒക്കെ താനും ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ നമ്മെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ആ സമയത്ത് പ്രാർത്ഥനയിൽ ആയിത്തീരണമെന്നും പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസും അത് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് wherever you can, however you can, take the moments out of your day to quiet your mind and pray. മനസ്സിലായോ? 3, persevere in it. അതായത് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, കൺസിസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഓരോ ദിവസവും ശ്രദ്ധയോടെ കേൾക്കണം. ചിലപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വന്നാലും, കേട്ടിട്ടില്ലെങ്കിലും, കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ പറയട്ടെ, ഡോണ്ട് ഗീവ് അപ്പ്. കീപ് പ്രസിങ്, കീപ് ബിലീവിങ്, കീപ് പ്രേയിങ്, കീപ് സ്റ്റഡിയിങ് ഗോഡ്സ് വേർഡ്. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ കുറിവാക്യം അങ്ങനെ പറയുന്നത്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് അഗോചരമായും മഹത്തായുമുള്ള കാര്യങ്ങളെ കാണിച്ചു തരുമെന്ന്. അതൊരു വിലയുള്ള പ്രോമിസാണ്. പ്രൈസ് ഗോഡ്. അത് ദൈവം നമ്മളിൽ നിറവേറ്റി തീർച്ചയായിട്ടും തരും. ഈ നല്ല ദൈവത്തെ സേവിച്ചും മാനിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ പാടുവാൻ തീർച്ചയായും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അപ്പം പ്രാർത്ഥിക്കുവാൻ പല വിധത്തിലുള്ള വഴികളുണ്ട്.
പ്രൈസ് ഗോഡ്. നമ്മളിപ്പം ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്താൽ ഹൗ ടു പ്രേ അങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു 100,000 തരത്തിൽ ഒപ്പീനിയൻസ് കേൾക്കാം, പ്രാക്ടീസസ് കാണാം, പ്രിൻസിപ്പിൾസൊക്കെ കാണാം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ശരിക്കും പ്രാർത്ഥിക്കാനായിട്ട് അടുക്കും ചിട്ടയിലുമുള്ള ഒരു വലിയ റൂളൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ചില ഗൈഡ് ലൈൻസ് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞു തരാം. പ്രേ അറ്റ് ഷെഡ്യൂൾഡ് ടൈംസ് ആൻഡ് സ്പോണ്ടേനിയസ്ലി. ഷെഡ്യൂൾഡ് ടൈം. ഹല്ലേലൂയ. പണ്ടൊക്കെ 6 മണി സന്ധ്യയാകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ അമ്മയും ഞങ്ങളുടെ കൂടെ ആയിരുന്നു. കാരണം വല്യമ്മച്ചി ഒരൊറ്റ മോളായിരുന്നുകൊണ്ട് അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പച്ചനും അമ്മച്ചിയെ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഫാദറിൻ്റെ വല്യമ്മച്ചിയും കൂടെ കൊണ്ടുവന്നു. ആ വല്യമ്മച്ചി ഞാൻ BA പഠിക്കുമ്പോഴാണ് മരിച്ചത്. അമ്മച്ചി അപ്പച്ചനും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ വല്യമ്മച്ചി മരിച്ചത്. വല്യമ്മച്ചിക്ക് സന്ധ്യയാകുമ്പോൾ ഒരു പാട്ടുണ്ട്, സന്ധ്യയായി വിളക്കു വെച്ചു യേശുവേ നീ വരിക, ഒരു പാട്ടുണ്ട്. പ്രൈസ് ഗോഡ്. സന്ധ്യയാകുമ്പോൾ വല്യമ്മച്ചിയുടെ ആ ഒരു പ്രാർത്ഥന 6 മണിക്കുണ്ട്. അതായത് വല്യമ്മച്ചിക്ക് ഒരു ഷെഡ്യൂൾ ടൈം ഉണ്ടായിരുന്നു ദൈവവുമായിട്ട്. തന്നെയല്ല, സ്പോണ്ടേനിയസായിട്ട് തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് 1 തെസ്സലോനിക്കർ 5-17 വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. വേറെവർ യു ക്യാൻ, ഹവെവർ യു ക്യാൻ പ്രേ. അടുത്തത്, പ്രേ എലോൺ ആൻഡ് വിത്ത് അതേഴ്സ്. ദൈവമക്കളെ, ഒറ്റയ്ക്കും പ്രാർത്ഥിക്കാൻ കഴിയണം, മറ്റുള്ളവരുമായിട്ടിരുന്നും പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കഴിയണം. നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പാടുവരുമ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഫ്രണ്ട്സ് നമുക്കുള്ളത് നല്ലതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവം ഇൻഡിവിജ്വലായിട്ട് വന്ന് ഓരോരുത്തരെയും ഹല്ലേലൂയ പ്രാർത്ഥനയിൽ മീറ്റ് ചെയ്യും. ഹല്ലേലൂയ. കാരണം അവൻ്റെ കണ്ണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി തുറന്നായിരിക്കുന്നത്. അവൻ്റെ ചെവി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്ന ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമുക്കറിയാമല്ലോ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുന്നത്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും, ഇൻഡിവിജ്വലി. പക്ഷേ മറ്റുള്ളവരുമായിട്ട് നമ്മൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അതും നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം. മാത്യു 18:20. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ ചർച്ചായിട്ട്, കോർപ്പറേറ്റായിട്ട് എല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പോസ്തലപ്രവൃത്തി 2:42 എഴുതിയിട്ടുണ്ട്. അടുത്തത്, പ്രേ ക്വയറ്റ്ലി ആൻഡ് ഔട്ട് ലൗഡ്. പ്രൈസ് ഗോഡ്. ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്ന തൃപ്തി. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുവാണെങ്കിലും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കൊരു ആക്ച്വൽ കോൺവെർസേഷൻ പോലെ കൂടുതൽ അപ്പോൾ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഹല്ലേലൂയ. തന്നെയുമല്ല, കണക്ഷൻ പോയിൻറ്റ്സ് നമ്മുടെ വാക്കുകളുമായിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്കത് പറയാനും എല്ലാം സാധിക്കും. അടുത്തത്, പ്രേ വിത്ത് യുവർ മൈൻഡ് ആൻഡ് ബോഡി. നമ്മൾ ബൈബിൾ നോക്കുവാണെങ്കിൽ ചിലർ മുഖം നെടുമ്പാട് വീണ് കിടന്ന് മുഖം താഴോട്ട് കുനിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൈപൂക്കി ഉയർത്തി നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ പോസ്റ്റർ എങ്ങനെ ചേഞ്ച് ചെയ്താലും നമ്മൾ ശ്രദ്ധയോടുകൂടി സ്റ്റേ പ്രസൻറ്റ് ആൻഡ് കണക്റ്റ് വിത്ത് ഗോഡ് ഇൻ പ്രെയർ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കണം. പിന്നെ പ്രേ യുവർ ഓൺ വേർഡ്സ് ആൻഡ് ദോസ് ഓഫ് അതേഴ്സ്. പ്രയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ചിന്തകളുടെയും ആഗ്രഹങ്ങളുടെയൊക്കെ ഒരു ഓവർഫ്ലോയാണ്. നമ്മളത് പിതാവിനോട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മിൽ നിന്നത് പുറത്തോട്ട് കവിഞ്ഞൊഴുകും. പക്ഷേ നമ്മൾ ചർച്ചിൻ്റെ എല്ലാ ഹിസ്റ്ററികളും നോക്കുമെങ്കിൽ അനേക വിശ്വാസികൾ മറ്റുള്ളവർ എഴുതിയിട്ടുള്ള പ്രാർത്ഥനകൾ അവർ കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറയും, തിരുവചനത്തിലെ വചനഭാഗങ്ങൾ ഒക്കെ നാം കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രയർ ആർ എക്സാമ്പിൾസ് ഓഫ് ദിസ് ഇൻ ദ ബൈബിൾ. ഹല്ലേലൂയ. അടുത്തത്, പ്രേ ആസ് യു ബ്രീത്ത്. അതായത് ബ്രെത്ത് പ്രയേഴ്സ് എന്നും പറഞ്ഞ് ഒരു പ്രയർ. അതൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ക്രിപ്ചറിലുള്ള ചില ഫ്രേസസിലെ സത്യമായിട്ടുള്ള ചില ഫ്രേസസിനെയൊക്കെ നാം ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതായത് ഇൻഹേൽ ചെയ്യണം, എക്സേൽ ചെയ്യണം, അല്ലേ? അത് ഹോളി സ്പിരിറ്റിന് നാം ലീവ് ചെയ്ത് കൊടുത്താൽ
ഹോളി സ്പിരിറ്റ് എല്ലാ ബ്ലാങ്ക്സും ഫില്ല് ചെയ്ത് തരും. അതാണ് പറയുന്നത്. പിന്നെ ആത്മാവ് താനും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് റോമാലേഖനം 8-26 പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുന്നു. ഇൻഹേൽ ഹെൽപ്പ് മൈ അൺബിലീഫ്. അവിശ്വാസത്തെ എക്സേൽ ചെയ്ത് കളയണം. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ, ഇൻവിസിബിളായിട്ടുള്ളതിനെ കാണാനായിട്ട്, ഫീൽ ചെയ്യാനായിട്ട് ഇൻഹേൽ, എന്നിട്ട് ഹല്ലേലൂയ അത് എക്സേൽ ചെയ്യാന്ന് വെച്ചാൽ ഹല്ലേലൂയ താങ്ക് യു ദാറ്റ് യു സീ മീ എന്ന് നാം ദൈവത്തോട് പറയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോട് പറയണം യു മെയ്ഡ് മൈ ബോഡി, അത് ഇൻഹേൽ ചെയ്യുക. ഐ വിൽ ഹോണർ ആൻഡ് കെയർ ഫോർ ഇറ്റ്, എക്സേൽ ചെയ്യുക. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും വി ആർ ഓൾ സ്പെഷ്യൽ, വി ആർ ഓൾ യുണീക്ക്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ജയാളിയായി ജീവിപ്പാൻ എൻ്റെ കൊണ്ട് ദൈവം സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ഞങ്ങളുടെ ഒരു ഹാബിറ്റായി തീരട്ടെ. കർത്താവെ സ്തോത്രം. ദൈവം എന്തിനു വേണ്ടി ഞങ്ങളെ വിളിച്ചോ അത് എല്ലാ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ ഇതിന് ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവെ, അതിൽ നീ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.